നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പ് വട ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ന് അത് എൻ്റെ പരിപ്പ് വട, റാഷീൻ്റെ പരിപ്പ് വട എന്നറിയപ്പെടാൻ പോകുന്ന പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കിയാണ്. പിന്നെ മിഞ്ഞാത്ത സർപ്രൈസ് കൊടുത്തതല്ല, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. മെയിൻ്റനൻസ് അടിക്കട്ട് ഒരു ഭംഗിക്ക് മാത്രം എടുത്ത ബുക്കെല്ലാം എന്തോലോ പോയിനാവോ, അത് എന്തോ ആയി അതിലേക്ക്. ഓക്കെ, അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകാൻ അതന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഉള്ളി എടുത്തിനാവോ. ഞാൻ ഉള്ളി മുറിക്കൽ ഫസ്റ്റ് ചടങ്ങി ഉള്ളി മുറിക്കൽ. ഉള്ളി മുറിക്കൽ ഭയങ്കര എക്സ്പെർട്ടാണ് ഞാൻ. ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് താജിൽ പണിയുണ്ടായി എനിക്ക്. ഷെഫാണ് മെയിൻ അടുത്ത ഞാൻ അറിഞ്ഞ. മാത്രമല്ല ഈ ഉള്ളിൻ്റെ തോലെടുക്കുന്നത് കുറച്ച് കട്ടാക്കി നല്ലതാണ്. അപ്പോൾ എന്താണ് ഇതിനെ മുറിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ മതി. ഇതിൽ ടാസ്ക് ഇത് ഉള്ളിൻ്റെ ഇതെടുക്കാൻ മാത്രമല്ലേ താജിൽ എനിക്ക് വേറെ സ്റ്റാഫ് ഉണ്ടാവോ, ഇവിടെ തോലെടുക്കാൻ മാത്രം. അതിനുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ട് എനിക്ക്. ഉള്ളി ഭയങ്കര കറുത്തിനാവും, ഉള്ളി ക്രീം ഇടുന്നില്ല എന്ന് തോന്നുന്നു. അയ്യോ ഗായ്സ്, അങ്ങനെ പൈപ്പ് പൊട്ടിയിരിക്കുന്നു ഗായ്സ്. ഇതെങ്ങനെ പൊട്ടിയത്? ഇതെന്ത് സംഭവം ശരിയില്ല. ഓക്കെ ഗായ്സ്, അത് നമുക്ക് മായ്ച്ചു കളയാം, മറന്നു കളയും. അടുത്തതായി ഉള്ളി മുറിക്കുന്ന രംഗം. ഉള്ളി പണ്ട് ഞാൻ മുറിക്കുമ്പോൾ ഒന്നുമില്ല, ഈ സാധനം ഒന്നും എടുത്തോണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ മംഗലം കഴിഞ്ഞിട്ടായിട്ട് അമ്പ് കുറച്ച് വന്ന് ഇതെല്ലാം എടുക്കണം. അല്ലാതെ എന്തായിട്ട് ഇതൊന്ന് പുറത്ത് വന്നത്, ഇതൊന്ന് എക്സ്ട്രാ പുറത്തേക്ക് വന്നല്ലോ മുന്നേ മുറുക്കി നാട്ടി മുന്നേ തന്നെ. ഓക്കെ ഗൈസ്, ഞാൻ ചെല്ലല്ലോ, ഞാൻ താജിൽ എക്സ്പേർട്ടാണ്. അത്ര ടച്ച് വിട്ടിന് താജിൻ്റെ, അതിനെ കൊണ്ടില്ലേ വെലങ്ങനെ സ്പീഡൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഉള്ളി ശരിയില്ലാവോ, ഉള്ളിയാണ് ശരിയില്ലാതെ. പിന്നെ നമുക്ക് ഇങ്ങനെയല്ല ഉള്ളി വേണ്ട, അതിനെ കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ മുറിക്കാം. നമുക്ക് ഫുൾ പൊടി ആക്കണം. ഇങ്ങനെ ഒന്ന് ചെറിയ ചോപ്പായിട്ട് കട്ടാക്കണം. ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, അടുത്തതായി ഈ ഉള്ളിയും കൂടി മുറിക്കാം നമുക്ക്. പിന്നെ ഉള്ളി മുറിക്കുമ്പോൾ പണ്ടേ ഞങ്ങൾക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ്, കഴിയുന്നില്ല. ഉള്ളിയും ഞാൻ തമ്മിൽ ബന്ധമുണ്ട്. കണ്ണ് നല്ല വെള്ളം വരുന്നത് ചെല്ലമ്മ ഓർക്കുമ്പന്നെ. അതെന്താ പറയുക, ഉള്ളി മുറിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് കരച്ചിൽ വരുന്നത്? എന്താ പറയുക, ഉള്ളി മുറിക്കുമ്പോൾ ഉള്ളിനെ അറക്കെന്താണ് സംഭവം. അപ്പോൾ ഉള്ളി ഇട്ടപ്പോൾ നമ്മൾ പേരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിച്ചണിൽ ഉണ്ടായിട്ട് അതിനെ പിടിച്ചിട്ട് മുറിക്കുമ്പോൾ ഇല്ലേ, അതൊരു ബേജാറാണ്, സെൻറ്റിമെൻസിലാണ് നമുക്ക് അരിഞ്ഞു പോകുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഇതാണ്. പരിപ്പില്ലേ പോത്തിയിട്ട് വെക്കണം. ഫസ്റ്റ് പോത്തിയിട്ട് വെച്ചിട്ടായിട്ട് അതിനെ എന്തെങ്കിലും ടിഷ്യൂ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ടിഷ്യൂ ഇല്ല, അങ്ങനെ എന്താക്കി ഇത് വെച്ച് തുണിയിൽ തന്നെ വെച്ചിട്ട് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കണം. പിന്നെ ഡ്രൈ ആയിട്ടില്ല, ഫുള്ളായിട്ട് ഡ്രൈ ആക്കണം നല്ലോണം, അതങ്ങ് നല്ലത്. എന്നിട്ട് ഒരു ജ്യൂസ് മെഷീൻ എടുക്കുക, അതിലേക്ക് പുറക്കാന്ന് ഇട്ടിടുക. ഓക്കെ, ജ്യൂസ് മെഷീനിലേക്ക് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ ഇട്ടിട്ട് അരിക്കാം. ഇത് ചെറുതിലിട്ടുണ്ട്, അരിയാവും നല്ലത് അറിയാലോ നമുക്ക്. അരിച്ചെടുക്കാം. ഓക്കെ, അതൊന്ന് തിരിഞ്ഞു ഇങ്ങനെ. ഓക്കെ, ഇത് ഇപ്പം എങ്ങനെ സൗണ്ട് വരുന്നുള്ളതല്ല. ഓക്കെ, ഇത് അരിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ജാസ്തി അരിയാൻ പാടില്ല, ഇത് പിന്നും കൂടുതൽ അരിഞ്ഞ് വേണമെങ്കിൽ ജാസ്തി അരിയാൻ പാടില്ല. ഓക്കെ, ഒരു ചെറുങ്ങനെ ഒരു ഇതുണ്ടാവണം. അപ്പോൾ അടുത്തതായി ഇത് ഫുൾ അരിച്ചിട്ട് എടുക്കണം. അരിച്ചിട്ട് എടുത്തിട്ടില്ലേ കുറച്ചില്ലേ മാറ്റി വെക്കണം. അരിക്കുന്നതിന് മുന്നേ
ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ അരിക്കാതെ മാറ്റി വെക്കണം കുറച്ച്, ഞാൻ കാണിക്കട്ടെ മറന്നുപോയത്. എന്നിട്ട് അത് മുകളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ബാക്കിയുള്ളതല്ലേ ഈ മിക്സിങ് ആക്കാനുള്ളതെല്ലാം ഉള്ളി കുറച്ച് ചെറുമുറാക്കണം, ചെറുങ്ങനെ ആക്കിയിട്ടില്ലേ ഇടണം. ഉള്ളി അതുപോലെ അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല, വളർന്ന് കൂടുതൽ നമുക്കറിയില്ല, അളവ് നിങ്ങളുടെ കാര്യത്തിൽ അത് നമുക്ക് അളവിൻ്റെ ഒന്നും ഇതില്ല. ഉള്ളി ഞാൻ എടുത്തതും കൂടിപ്പോയി, വലിയ ഉള്ളി ആയിപ്പോയി. പിന്നെ പച്ചമുളക് കുറച്ച് ഇതാക്കിയതുണ്ട്, ഇങ്ങനെ ചെറിയ കട്ടാക്കിയത്. അതേപോലെ ഇതും കട്ടാക്കണം പറഞ്ഞാൽ ഉള്ളി കൂടിപ്പോയി, ഞാൻ ഉള്ളി അത്ര വേണ്ടാക്കി. പിന്നെ ഇതെന്തെന്ന് കൈ പോയിട്ട് അറിയുന്നില്ല, ഇങ്ങനെ ഈനല്ലേ അയ്യോ ഇതിങ്ങനെ ഈ ചുവന്ന മുളക് കുറച്ച് ഇങ്ങനെ കട്ടൊക്കെ പൊടിയാക്കിയിട്ട് ഇട്ടെങ്കിലേ നല്ല പാങ്ങാന്ന്. ലാസ്റ്റ് അത് പൊരിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ എണ്ണയിലെ കറുമുറായിട്ട് കിട്ടുന്നു ഇടയിലിടാൻ ചെറുങ്ങനെ മറ്റേ ഡയറി മിൽക്കിലെല്ലാം ബദാം കിട്ടുന്ന നമുക്ക് ഇങ്ങനെ പൊടി വെക്കാം. കുറച്ച് പൊടി ചെറിയ പൊടിയാക്കിയിട്ട് ഇങ്ങനെ ഇടാം. അതേപോലെ തന്നെയാണ് ഈ കർച്ചപ്പും ഇടുന്നത്, കർച്ചപ്പ് കറിവേപ്പില അത് ഓക്കെ പൊടിയാക്കിയിട്ട് ഇടണം. ഓക്കെ കർച്ചപ്പലും ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ടില്ലേ ഇടണം. ഇതും അങ്ങനെ ഇത് പൊരിച്ചിട്ടാകുമ്പോൾ അതങ്ങനെ കിട്ടുന്നു, കടിക്കാൻ കിട്ടുന്ന പോലെ കിട്ടുന്നു. അളവെല്ലാം ഞാൻ ചെല്ലില്ല, അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൻ കാര്യം. ഓക്കെ ഇത് നമ്മളെ അളവാണ്, നമുക്ക് എങ്ങനെ ഒന്നുമില്ല, ഇഷ്ടം പോലെ ഇടാം, കിട്ടുന്നതല്ല ഇടാം, അതാണ് നമ്മളെ പൊളി. ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കിട്ടും. ഇതെന്താ ഉള്ളിൻ്റെ ഇത് വേണ്ട, നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് എല്ലാം കുറച്ച് റാശീൻ്റെ പരിപ്പാടാൻ ചെല്ലിയതല്ലേ, അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇടും. ബാക്കി ഒന്നും നോക്കാൻ കഴിയില്ല. അങ്ങനെ ഇങ്ങനെ കണക്ക് അത് ഇടലിടാ ഇത് ഇടണ്ടെന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാനെല്ലാം കുറച്ച് ഇടും. ഇത് ദുബൈൻ്റെ പരിപ്പാടാണ്. ദുബൈയിൽ നമുക്ക് കറി ഉണ്ടാക്കുന്നത് പണ്ട് ഇങ്ങനെ കിട്ടിയത് എന്തെല്ലാം ഉണ്ട്, പൊടിയായിട്ട് എന്തെല്ലാം ഉണ്ട്. ഇതെന്ത് ഇത് പെപ്പർ വേണ്ട, അത് വേണ്ട. അല്ലെങ്കിലും കുറച്ചിത് മല്ലിപ്പൊടി കുറച്ച്. ഓക്കെ കുറച്ചിട്ടങ്ങായി, മല്ലിപ്പൊടിയെല്ലാം ജാസ്തി കായകണ്ടെങ്കിൽ. പിന്നെ കുറച്ചില്ല ഗരം മസാല ഇടുന്നു. ഇതെല്ലാം ഇടലുണ്ടാന്നൊന്ന് ചോദിക്കാൻ പാടില്ല ആരും, ഇതെല്ലാം ഞാനിടും. ഓക്കെ എല്ലാം കുറച്ച്. ഓക്കെ പിന്നെ കുറച്ച് ഉപ്പാവും, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ആരും ആക്കോ, ഇതെല്ലാം നോക്കിയിട്ട് നല്ല അത് വേറെ ഇഷ്ടം. ഓക്കെ എന്നിട്ട് ഇതെല്ലാം ഒന്ന് വെച്ചിട്ടില്ലേ ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ കാണിക്കൂ ഗൈസ്, നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഇതിനെ ഫുള്ളും ഒന്ന് കഴിച്ചിട്ട് മിക്സ് ആക്കണം. കയ്യെല്ലാം കവും ചങ്ങായി, ഷെഫ് എന്നറിയാലോ നിനക്ക്. കയ്യാരെങ്കിലും ആക്കോ, ഞാൻ എന്ത് നീയാ അതിൻ്റെ ഇടയിലുള്ള ചോദ്യം. അത് വേണ്ട മാത്രമല്ല ഉള്ളിയില്ലേ മുറിച്ചതില്ലേ കുറച്ച് ഇതായിട്ടില്ല, ചെറുതാക്കണം. ഇനി കുറച്ചുകൂടി ഇത് ചെറുതായിട്ടില്ല, മോശമില്ല. അത് കാഞ്ഞിട്ടാകുമ്പോൾ നല്ല പാങ്ങിൽ കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം. ഉള്ളിയിലെ കായുമ്പോൾ ചെറുതാവുന്നു എന്നോട് ഇപ്പൊ ചെവിയിൽ. ഓക്കെ നല്ലോണം മിക്സ് ആക്കോ. ഉപ്പെല്ലാം കുറച്ചാണ്, ഉപ്പുണ്ടാവും. ഉപ്പ് കുറച്ചിട്ടുണ്ടല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. അത് ഞങ്ങൾ താജിലൊന്നും അങ്ങനെ ആക്കലില്ല. ഞങ്ങൾ ഷെഫുകൾ അങ്ങനെ മറ്റുള്ള ആൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നക്കി നോക്കാല നിങ്ങളെ പെണ്ണുങ്ങളെ പോലെ. ഓക്കെ നല്ലോണം മിക്സ് ആക്കാം. ഓക്കെ അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവാൻ വെക്കാം. ഓക്കെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാട്ട്. ഓക്കെ അങ്ങനെ കുറച്ച് കുഴച്ചിട്ടില്ലേ, അടുത്തതായി കുഴക്കണം ഇങ്ങനെ കുറച്ച്. ഓക്കെ കുഴച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പരത്താം. വേണ്ടത്ര പരത്താം നല്ലോണം. ഓക്കെ കുറച്ച് ഇങ്ങോട്ട് വെക്കണം, എല്ലാം മുഷ്കിലാണ്. പരത്തില്ല സൈഡ് ജസ്റ്റ് ഇങ്ങനെ ആക്കാം, ഇല്ലെങ്കിലല്ലേ ഈ വേള ആ സാധനമില്ലേ
പോയി ഇങ്ങനെ എല്ലായിടത്തേക്കും. ഓക്കെ, ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ലെവലിലാക്കിയിട്ട് എണ്ണക്കിടാം. ഓക്കെ, അടുത്തതും അങ്ങനെ എടുക്കാം. മറിച്ചിടാൻ പാടില്ല, അതങ്ങനെ ഇരിക്കണം കുറച്ച് നേരം. അത് പൊന്തിയതിന് ശേഷമാണ് നമ്മൾ മറിച്ചിടേണ്ടത്. അതിങ്ങനെ കുഴക്കണം, കുഴച്ചിട്ടായിട്ട് കയ്യിലേക്ക് വെക്കണം ഇങ്ങനെ. ഓക്കെ, ഇത്ര തിക്ക് വേണ്ടെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ പരത്താം. സൈഡ് ഇങ്ങനെ ഒന്നിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, ഇല്ലാന്നുണ്ടെങ്കിലേ അത് വരില്ല. അങ്ങനെ എല്ലാം കുഴക്കണം. ഓക്കെ, എല്ലാം കുഴച്ചിട്ട് ഇടാം. നമ്മളെ കുഞ്ഞി ചട്ടി കൊണ്ട് എത്ര പോകുന്നറിയില്ലേ കഷ്ടത്തിൽ. ഓക്കെ ഗായ്സ്, 3 മതിയാണ്, ഒന്നും കൂടി കയറും. അതിങ്ങനെ ബുഗിളായിട്ടില്ല, ലാസ്റ്റ് അത് പൊന്തിയിട്ട് വരും. ആ ടൈമിന് മറിച്ചിടണം. ഓക്കെ, ആ ടൈമിന് മറിച്ചിടണം. ഇതൊന്നുമില്ല, നിൽക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ എടുക്കണം. എന്നിട്ട് വീണ്ടും എണ്ണയ്ക്ക് ഇടുക. ഓക്കെ, ഇത് പൊന്തിയിട്ട് വരണം. ഇനി ഇതാട്ട് കുറച്ച് ടൈം എടുക്കും. തീ അത്യാവശ്യം ഇതിൽ വെച്ചെങ്കിൽ അല്ലെങ്കിൽ കരിഞ്ഞോ, ഉള്ളിൽ ബന്ധു പോവാ ഉള്ളിൽ നല്ലോണം ഇതാക്കിയിട്ട് വെച്ചെങ്കിൽ. ഓക്കെ, ഇനി മറിച്ചിടാം നമുക്ക്. ഇതിങ്ങനെ പൊന്തിയിട്ട് വന്നിന്, കുറച്ച് മുകളിലേക്ക് വന്നിന്, അടിയിലുണ്ടായത്. അത് ഇനി ഓരോന്നിനായിട്ട് മറിച്ചിടാം ഇങ്ങനെ. ഓക്കെ, ഇത് രണ്ടിപ്പോൾ ഇട്ടത്, ലാസ്റ്റ് ഇട്ടത്, അതിനുകൊണ്ട് അത് മറിച്ചിടാനായിട്ടില്ല. ചെറുതായിട്ട്. അപ്പോൾ അത് കാഞ്ഞിട്ട് വരട്ടെ. പിന്നെ ഇത് സ്പെഷ്യൽ എന്താ അറിയോ, അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, ഓക്ക് ഇഷ്ടപ്പെട്ട മെയിൻ സാധനമാണ്. അങ്ങനെ ഓക്ക് പിന്നെ രസം ഞാൻ ഉണ്ടാക്കിയെങ്കിൽ എന്താണ് ഓക്ക് ടേസ്റ്റ് ഭയങ്കര അറിയാല. മാത്രം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെന്നതാണെന്ന് അറിയാല. മാത്രം എപ്പോൾ ചെല്ലലുണ്ട് ഞാൻ ഉണ്ടാക്കിയെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. ഇപ്പിടേക്കാർ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് വേണ്ടി ടേസ്റ്റ് ഇല്ലാന്ന് എന്താക്കുന്നത്. ഓക്കെ, ഉള്ളി കട്ടാവാത്തതിനെ കൊണ്ടില്ലേ ഇവിടെ ഒരു വിഷയം. എന്തായാലും ഉള്ളി മാത്രം കരിഞ്ഞിട്ട് മുകളിൽ കാണും. ഉള്ളി ചെറിയ കഷ്ണാക്കണം. ആടെ ഒരു പ്രശ്നം പറ്റി ഞങ്ങൾക്ക്. അത് ഇങ്ങനെ മുകളിലേക്ക് കരിഞ്ഞിട്ട് കാണുന്നു. ഇടയിൽ ഇതിങ്ങനെല്ലാം കരിഞ്ഞിട്ട് കാണുന്നു. ഉള്ളി മാത്രം കരിയുന്നു ഫസ്റ്റ് ഏതിൽ. അതെന്തായാലും ഉള്ളി വലുതായിപ്പോൾ അത്രല്ല. ഉള്ളി ചെറിയ ഓംലെറ്റിന് അടിക്കുന്നില്ല, ചെറിയ ഉള്ളിയാക്കണം കട്ടാക്കുന്നത്. അങ്ങനെ കട്ടാക്കിയിട്ട് ഇടണം. അപ്പോൾ നല്ല മിക്സാണ് അതിലൊക്കെ തന്നെ. അപ്പോൾ അറിയുന്നില്ല. ഓക്കെ ഗായ്സ്, റാശീൻ്റെ പരിപ്പുവട റെഡി ആയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ പരിപ്പുവട റെഡി ആയനോ. ഇത് തീ കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ വെക്കണം പറഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവല. അതുകൊണ്ട് തീ കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ വെക്കണം. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ആക്കിയ 2 എണ്ണം കരിഞ്ഞു പോയി. ഫസ്റ്റ് ഇട്ട 2 എണ്ണം അത് കരിഞ്ഞു പോയി. പിന്നെ എന്തായാലും അതന്നെ പറഞ്ഞില്ലേ, തീ ചെറുതാക്കിയിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവല. പുറത്ത് മാത്രം ഇതായിട്ട് അത് ലാസ്റ്റ് ഫുൾ മുഷ്കിലായേക. ഓക്കെ, അപ്പോൾ നമ്മളെ പരിപ്പ് വട റെഡി ആയിരിക്കുന്നു ഗായ്സ്. നോക്കൂ ഗായ്സ്, പരിപ്പ് വട. ഓക്കെ, ഇത് അച്ഛന്മാരോട് തിന്നിപ്പിക്കണം. കുറച്ച് ചൂട് കുറയിട്ട്, അപ്പോൾ നമുക്ക് തിന്നിപ്പിക്കാം അച്ഛന്മാനെ. എൻ്റെ നോക്കാം എങ്ങനെയുണ്ട് എന്നിട്ട്. ഓക്കെ, അപ്പോൾ പരിപ്പുവട മാത്രം തിന്നെങ്കിൽ ആവില്ല, കുറച്ച് ചായ കുടിക്കണ്ട നമുക്ക്. പരിപ്പുവട എന്തൊക്കെ ചായ കുടിക്കാം നമുക്ക്. ഓക്കെ, ഇത് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ്, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ചായ വെക്കാം നമുക്ക് കുറച്ച്. ഓക്കെ, എല്ലാ പണി അറിയാം നമുക്ക്, അറിയാം. ഓക്കെ, അന്നും കൺഫ്യൂഷൻ. ഓക്കെ, കുറച്ച് ചായപ്പൊടി അല്ല, ചായ ആക്കാൻ ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ.
ഓക്കെ, അപ്പോൾ ചായയും കൂടി ആട്ട്. അപ്പോൾ ചായ തിളച്ച് വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ചായ തിളക്കാൻ തുടങ്ങിയിരിക്കുന്നു, തിളച്ചിരിക്കുന്നു. ഗ്യാസ് ഓഫ് ആക്കുക. എടുത്ത് വെച്ച് ഓക്കെ, ഇനി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാം. എന്തായാലും അച്ചുമ്മ ഇഷ്ടപ്പെട്ടുന്നാ? ഇഷ്ടപ്പെട്ടു, നല്ല പാങ്ങായിന്. അപ്പൊ നല്ലായിന്. അപ്പൊ റാശിന്റെ പരിപ്പട നല്ലായിനാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അത് ചെല്ലിട്ട് കോണല്ലേ, എന്റെ കൈപ്പുണ്യം വേറെയാണത്. അപ്പോൾ എൻ്റെ പരിപ്പട റെഡിയായി. അപ്പോൾ പരിപ്പട തിന്നിട്ട് അച്ചുമ്മ ഇഷ്ടപ്പെട്ടെന്ന് ചെല്ലി. പരിപ്പട എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ സ്പെഷ്യൽ റാശിൻ്റെ പരിപ്പട എന്നല്ല ഫസ്റ്റല്ലേ, അതന്നെ എൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇട്ട പോലെ കുറച്ചെല്ലാം ഇട്ടിട്ടില്ലേ, ഉണ്ടാക്കി നോക്കിയിട്ട് നേരായിട്ട് ടേസ്റ്റായി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.